ഇവിടെ UK എനിക്ക് ഏറ്റവും എന്താ പറയുക ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ ഈ ബസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൾച്ചർ, ആ ഒരു ഡീസൻസി ഭയങ്കര നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പം ആദ്യത്തെ ഈ കുറേ സീറ്റുകൾ ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും സ്ട്രോളറും കാര്യങ്ങളൊക്കെ കൊണ്ട് കയറുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം, പക്ഷേ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് എഴുന്നേറ്റ് മാറിക്കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവരൊരു പോസ്റ്ററുള്ള ഒരു ബിൽ ബോർഡ് പോലെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ എനിക്കറിയാം ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ റോഡും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇവർ ഈ ബസ്സിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് 1 by 1 ആയിട്ടാണ്. അതുപോലെ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, അവർ ഓഫർ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇറങ്ങിക്കോളൂ എന്നുള്ളതും പറയും. അതുപോലെ തന്നെ നന്ദി സൂചകമായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രൈവറിനോടൊരു നന്ദി പറയുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും പഠിക്കേണ്ട ബേസിക് ഒരു മാനറാണെന്ന് എനിക്കത് ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായത്. പിന്നെ ഈ ഒരു ബെല്ല്, ഇത് നാട്ടിലിപ്പം പ്രൈവറ്റ് ബസ്സിലും ലോ ഫ്ലോറിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ഈ ബെല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബസ് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ബസ് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബസ് നിർത്തത്തുള്ളൂ. എനിക്ക് ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഓടി വരുമ്പോൾ ബസ് പോകുമായിരുന്നു ചില സമയത്ത്. ഇവിടെ സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇവിടെ നല്ല എല്ലായിടത്തും സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് പഠിച്ചത് കുറച്ച് കൂടുതൽ ഇവിടെ വന്നിട്ടാണ്. കാര്യം ബസ് വൺസ് അവർ ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓപ്പൺ ആക്കത്തില്ല. ഈവൻ നമ്മൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവർ ക്ലോസ് ആക്കിയാൽ പിന്നെ ബസ് എടുക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാനൊരു വേറൊരു ബസ് കയറാൻ പോകണം. അപ്പോൾ ഞാനാണ് ലാസ്റ്റ് വന്നത്, സോ ഞാനാണ് ലാസ്റ്റ് ക്യൂവിൽ നിൽക്കുന്നത്. ഇനി ആരെങ്കിലും വന്നാൽ എൻ്റെ പുറകെ നിൽക്കും. അപ്പം ഇൻ കേസ് എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തെറ്റിച്ച് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡ്രൈവറോ ഒന്നും അലോ ചെയ്യില്ല അവർ ആദ്യമേ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബസ്സിലെ കാർഡ്. എനിക്ക് നോട്ടിംഗ്ഹാം സിറ്റി ട്രാൻസ്പോർട്ടിൽ ഏത് ബസ്സിലും ഈ കാർഡ് കൊണ്ട് ടാപ്പ് ചെയ്ത് കയറാവുന്നതാണ്. ഇതിൻ്റെ ക്യാഷ് ഡിഡക്റ്റ് ആവുന്ന എൻ്റെ സാലറിയിൽ നിന്നാണ്. ഇതിൽ NHSൻ്റെ ഒരു ഡിസ്കൗണ്ടും കൂടെ ആഡ് ആയിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡിൽ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എന്തെങ്കിലും സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും. ഇനി അടുത്ത ബസ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കാണിക്കുകയാണ്. ചിലപ്പോൾ ആർക്കെങ്കിലും ഇറങ്ങാൻ വേണ്ടി അവരതിൽ ബെല്ലും പ്രസ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമ്മൾ കൈ കാണിക്കണം, ഇല്ലെങ്കിൽ ചില ബസ് നിർത്തില്ല. ഇനി ബസ് കയറുമ്പോൾ ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഡ്രൈവർ നമ്മളെ അലോ ചെയ്യുള്ളൂ ഇൻസൈഡ് കയറാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ നമ്മളോട് പുറത്തിറങ്ങി നിൽക്കാനും പറയും. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ളൊരു സാവകാശം കൊടുക്കും, എന്നിട്ട് മാത്രമേ ബസ് എടുക്കത്തുള്ളൂ. ചില സമയങ്ങളിൽ ഡ്രൈവർ തന്നെ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും, പുറത്ത് നിൽക്കുന്നവർ അകത്തോട്ട് കയറാനോ അല്ലെങ്കിൽ അകത്ത് എല്ലാവരും ഓക്കെ ആണോ, സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് ഡ്രൈവർ തന്നെ എഴുന്നേറ്റ് വന്ന് നോക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ അഡ്ജസ്റ്റബിളും കൂടിയാണ്. അതായത് നമുക്ക് സീറ്റ് പൊക്കി വയ്ക്കാം, വേണമെങ്കിൽ നിൽക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സ്റ്റിക്കർ ഇതാണ്, കണ്ടോ, ശരിയല്ലേ? എല്ലാ ഡിസബിലിറ്റിയും വിസിബിൾ ആവണമെന്നില്ലല്ലോ അല്ലേ?